ഹായ് നമസ്കാരം. വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെയും ഇന്നലത്തെയും പത്രങ്ങളിൽ ചില അപകട വാർത്തകൾ കണ്ടു കാണും. ഇപ്പോൾ ഈ കാണുന്ന അപകടം ചാലക്കുടിയിൽ നടന്നതാണ്. രണ്ട് സഹോദരങ്ങൾ പോയ ബൈക്ക് റോഡരികിലെ ഒരു ദിശാക്കുറ്റിയിൽ ഇടിച്ച് മറിഞ്ഞ് രണ്ടുപേരും കൊല്ലപ്പെട്ടു. എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ദിശാക്കുറ്റി അവരുടെ നേരെ ചെന്നതല്ല, മറിച്ച് ഇവരുടെ ബൈക്ക് ദിശാക്കുറ്റിയുടെ അടുത്തേക്ക് ചെന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അത് പോയത്? ഇവരുടെ വാഹനം, ഇവരുടെ ബൈക്ക് അമിതമായ വേഗത്തിലായിരുന്നു. ഈ അപകടം കണ്ട എല്ലാ ആൾക്കാരും പറഞ്ഞു ബൈക്ക് അമിത വേഗത്തിലായിരുന്നു, അങ്ങനെയാണ് അവരുടെ നിയന്ത്രണം നഷ്ടമായത്. ഈ കാണുന്ന അപകടം, ഇവിടെ ബൈക്ക് ഓടിച്ചിരുന്നത് ഒരു ഭർത്താവാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും മാന്യമായ രീതിയിൽ സൂക്ഷിച്ച് തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത്. പക്ഷേ അവരുടെ ബൈക്കിലേക്ക് മറ്റൊരു ബൈക്ക്, അമിത വേഗത്തിലെത്തിയ ഒരു ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി അവർ രണ്ടുപേരും സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി ബൈക്ക് ഓടിച്ചിരുന്നത് 20 22 വയസ്സ് മാത്രം പ്രായമുള്ള രണ്ട് പിള്ളേരാണ്. അവർ രണ്ടുപേരും അതീവ ഗുരുതരാവസ്ഥയിൽ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. മൂന്നാമത്തെ അപകടം ഇന്നത്തെ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഞാൻ ഇപ്പോൾ കണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്തയാണ് ഈ വീഡിയോ ഇടാൻ കാരണം ഈ വാർത്ത എൻ്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിൻ്റെ പിന്നാലെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അപകടത്തിൽ ഒരു ബസിൻ്റെ അടിയിലേക്ക് വീണ് അതിദാരുണമായിട്ട് അതിൻ്റെ പിൻചക്രം കയറിയിറങ്ങി അവൾ കൊല്ലപ്പെട്ടു. അടുത്തിടെ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയാണ് എന്ന് കണ്ടിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച കഷ്ടിച്ചായിട്ടില്ല. അതുകൊണ്ടാവണം ഈ വാർത്ത എന്നെ വല്ലാതെ ഉലച്ചു, വല്ലാതെ ടച്ച് ചെയ്തു. കാരണം ആ വീട്ടുകാരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നെനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്, ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് എത്ര പ്രതീക്ഷകളോടെയായിരിക്കും അവളുടെ അച്ഛനമ്മമാർ ഇവളെ വിവാഹം കഴിപ്പിച്ചു വിട്ടത്. എന്നാൽ അവൾ എങ്ങനെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്? അവൾ കൊല്ലപ്പെട്ടത് അവളുടെ കുറ്റം കൊണ്ടല്ല, അവളുടെ ഭർത്താവിൻ്റെ കുറ്റം കൊണ്ടും അഹങ്കാരം കൊണ്ടുമാണ്. ഈ അപകടം ഉണ്ടായത് എങ്ങനെയെന്ന് വളരെ കൃത്യമായിട്ട് വാർത്തയിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു വളവിൽ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ഇവളുടെ ഭർത്താവ് ശ്രമിച്ചപ്പോൾ എതിരെ വന്ന ബസ്സിൽ തട്ടുകയായിരുന്നു. വളവിൽ വാഹനങ്ങളെ മറികടക്കരുത് എന്നുള്ള ബേസിക് നിയമം കേരളത്തിൽ വണ്ടി ഓടിക്കുന്നവരെന്നല്ല, ലോകത്തെവിടെയും വണ്ടി ഓടിക്കുന്നവർ, പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാഫിക്കുള്ള ഏത് റോഡിലും വണ്ടി ഓടിക്കുന്ന ആർക്കും ഒരു അല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്കറിയാം, ഈ ലോകത്തിലേക്കും ഏറ്റവും അപകടം പിടിച്ച റോഡുകൾ നമ്മുടെ സംസ്ഥാനത്താണുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ പോലെ അപകട സാധ്യതയുള്ള റോഡുകൾ ലോകത്തൊരിടത്തുമില്ല. എന്നാൽ ഇതേ റോഡുകളിൽ വാഹനം ഓടിക്കുന്ന പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാർ ഒരു ശ്രദ്ധയുമില്ലാതെ തീർത്തും അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിക്കുന്നത്. അവർ വളവ് തിരിയുമ്പോൾ ഹോൺ അടിക്കാറില്ല. വളവ് തിരിയുമ്പോൾ ഒത്ത നടുക്കൂടി മാത്രമേ തിരിയുകയുള്ളൂ. വളവിൽ മുമ്പിലൊരു വാഹനം പോകുന്നുണ്ടെങ്കിൽ അവർക്കതിനെ മറികടക്കാൻ ഒരു പേടിയുമില്ല. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭർത്താവും ഇതേപോലെ വാഹനം ഓടിച്ച് ശീലിച്ച ഒരു വ്യക്തിയായിരിക്കണം. പലവട്ടം അവൻ വളവുകളിൽ പല വാഹനങ്ങളെയും മറികടന്ന് പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ഭാഗ്യവശാൽ അപകടമുണ്ടായില്ല. എന്നാൽ എന്നത്തെ ദിവസമാണ് ദുരന്തം അവനെ കാത്തിരിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി അവനില്ലാതെ പോയി. അതുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടി കൊല്ലപ്പെടില്ലായിരുന്നു. ആ വളവിൽ വെച്ച് മുമ്പിൽ പോകുന്ന വാഹനം വളവ് തിരിഞ്ഞ ശേഷം അതിന് മുമ്പിൽ കയറാം എന്നവൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ആ പെൺകുട്ടി ജീവനോടെ കാണുമായിരുന്നു. ഇവിടെ ബസ് ഓടിച്ച ഡ്രൈവറെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അയാളിത് കണ്ടുപോലുമില്ല. ഇവന്റെ വാഹനത്തിന് ഹാൻഡിൽ തട്ടി പിന്നിലിരുന്ന പെൺകുട്ടി അയാളുടെ വണ്ടിയുടെ ഇടയിലേക്ക് തെറിച്ചു വീണു. വണ്ടി ഏറി ഇറങ്ങി, അവൾ കൊല്ലപ്പെട്ടു. ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ആരാണ് സൂക്ഷിക്കേണ്ടത്? വലിയ വാഹനം ഓടിക്കുന്നവരാണോ, ചെറിയ വാഹനം ഓടിക്കുന്നവരാണോ? ഞാൻ നിങ്ങളോട് പറയുകയാണ്, കേരളത്തിലെ റോഡുകളിൽ 2 വീലർ ഓടിക്കുന്ന ആൾക്കാരിൽ ഒരു 80% സ്വന്തം ജീവനെക്കുറിച്ചോ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ഒരു ബോധവുമില്ല. അവരെ ഭരിക്കുന്ന എന്തൊക്കെയോ ചില വികാരങ്ങളാണ്, അഹങ്കാരമാണ്, അജ്ഞതയാണ്. തോന്നുന്ന പോലെ വണ്ടി ഓടിക്കുക. ഇപ്പോൾ ഉണ്ടായ ഈ 3 അപകടങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 3ഉം അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലം ഉണ്ടായതാണ്. ഒരെണ്ണത്തിൽ മാത്രം അവരുടെ അശ്രദ്ധ കൊണ്ടല്ല, മറിച്ച് എതിരെ വന്നവരുടെ തെറ്റുകൊണ്ട് സംഭവിച്ചതാണ്. എപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത് ആരുടെയെങ്കിലുമൊക്കെ അശ്രദ്ധയും അഹങ്കാരവും മൂലം തന്നെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നതിലൂടെ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ.
കേരളത്തിലെ റോഡുകളാണ് ലോകത്തിലേക്കും അപകടം പിടിച്ച റോഡുകൾ. ഇത്രയേറെ വളവുകളും പുളവുകളുമുള്ള വീതിയില്ലാത്ത റോഡുകൾ ലോകത്തൊരിടത്തുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ റോഡുകളിൽ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ വാർത്ത ഒരുപക്ഷെ നാളെ നമ്മളെക്കുറിച്ചാവാം. സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട. റോഡ് യാത്ര ചെയ്യാനുള്ളതാണ്, അഭ്യാസം കാണിക്കാനോ അഹങ്കാരം കാണിക്കാനോ ഉള്ളതല്ല എന്നെങ്കിലും നമ്മൾ തിരിച്ചറിയണം.